ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും ടീച്ചറെ കഴിഞ്ഞ വർഷം 7ാം ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ കണ്ടു പരിചയം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇനി മുതൽ ഈ ഒരു 8ാം ക്ലാസ് മുതൽ നിങ്ങളുടെ കൂടെ ഇനി മലയാളം പറഞ്ഞു തരാനൊക്കെ വേണ്ടിയിട്ട് ടീച്ചറും കൂടെ ഉണ്ടാവും. അപ്പോൾ ടീച്ചറുടെ വിഷയം ഏതാണെന്ന് മനസ്സിലായല്ലോ, മലയാളമാണ്. വിഷ്ണുമായ എന്നാണ് പേര് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ മലയാള സെക്കൻഡ് അടിസ്ഥാന പാഠാവലിയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് 2 മലയാളമുണ്ട്, മലയാളം ഫസ്റ്റും ഉണ്ട്, മലയാളം സെക്കൻഡും ഉണ്ട്. അതിൽ മലയാളം ഫസ്റ്റ് കേരള പാഠാവലി അല്ലേ, അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ അടിസ്ഥാന പാഠാവലി, അതായത് മലയാള സെക്കൻഡിൽ എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ, ആദ്യത്തെ പാഠഭാഗത്തിൻ്റെ പ്രത്യേകതകൾ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഓണപരീക്ഷയൊക്കെ നമ്മളുടെ അടുത്തെത്തി. 7ാം ക്ലാസ് വരെ നിങ്ങൾ പരീക്ഷ എഴുതിയ പോലെയല്ല നമ്മൾ 8ാം ക്ലാസ് മുതൽ പരീക്ഷ എഴുതുന്നല്ലേ. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മളുടെ ചോദ്യത്തിന്റെ പാറ്റേണുകൾ മാറി പേടിപ്പിക്കുകയല്ല, നമുക്കതൊക്കെ എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചെടുക്കണം അല്ലേ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഓരോ ചോദ്യത്തെ അല്ലെ അഭിമുഖീകരിക്കേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് വരിക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, തുറന്ന് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ അല്ലേ. അപ്പൊ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നോക്കാം അടിസ്ഥാന പാഠാവലിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വർഷം നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 3 യൂണിറ്റുകളാണ് ആദ്യം അല്ലേ, ഈ ഒരു സെക്കൻഡിലുള്ളത്. 3 യൂണിറ്റുകളിലായിട്ട് ഇതാ ഇത്രയും പാഠഭാഗങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ യൂണിറ്റിന്റെ പേര് കനിവും കരുതലും എന്നാണ് ആദ്യ യൂണിറ്റിന്റെ പേര്. ഓക്കെ, അപ്പോൾ ഈ യൂണിറ്റിൽ 3 പാഠഭാഗങ്ങളാണ്. കുരുവിയും കാട്ടുതീയും, കൊച്ചു ദേവദാരു, പെരുമഴയത്ത്. അപ്പോൾ ആയുരാരോഗ്യ സൗഖ്യം എന്നുള്ളതാണ് രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര്. പ്രത്യാശയുടെ കിരണങ്ങൾ, ഒപ്പം മിടിക്കുന്നത്, സ്നേഹപൂർവ്വം അമ്മ. പിന്നെ 3ാമത്തെ യൂണിറ്റാണ് ഹൃദയം തൊടുന്ന നക്ഷത്രങ്ങൾ. അതിൽ അമ്മമ്മ, തോട്ടക്കാരി, ഭഗീരഥ പ്രയത്നം. ഇങ്ങനെ ഇത്രയും പാഠഭാഗങ്ങളാണ് ഈ ഒരു അക്കാഡമിക് ഇയറിൽ നമുക്ക് പഠിക്കാനുള്ളത്. പേടിയുണ്ടോ നിങ്ങൾക്ക്? മലയാളം പേടിയുണ്ടോ? ടെൻഷൻ ഉണ്ടോ? എന്തിനാ പേടിയില്ലേ? നമുക്ക് ഏറ്റവും രസമായിട്ട് അല്ലേ, നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള ഭാഷയിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റുന്ന ഏക സബ്ജക്റ്റ് ഏതാണ്? മലയാളമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ജനിച്ചപ്പോൾ മുതൽ നമ്മൾ കേൾക്കുന്ന, നമ്മൾ കഥ പറയുന്ന അല്ലെ, നമ്മൾ വർത്തമാനം പറയുന്ന നമ്മുടെ സ്വന്തം മാതൃഭാഷയാണ്. അപ്പോൾ ഒരുപാട് ടെൻഷനൊന്നും ആവശ്യം നമുക്കില്ല. പക്ഷേ കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം 2 വിഷയമുണ്ട് നമുക്ക് അല്ലേ, ഒറ്റയടിക്ക് നമുക്ക് 2 A+ പോയി കിട്ടുക മലയാളം വീക്കായി കഴിഞ്ഞാൽ. അപ്പോൾ കുറച്ചൊരു ശ്രദ്ധയോടുകൂടെ, കാരണം ചോദ്യരീതികളൊക്കെ മാറാൻ തുടങ്ങി അല്ലേ. നന്നായി ഭാഷയെ കൈകാര്യം ചെയ്യുന്ന കുട്ടികൾക്കാണ് നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുക. അങ്ങനെയാണ് നമ്മളുടെ മോഡൽ ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു സീരിയസ് ആയിട്ട് നമ്മൾ എന്തിനെ അപ്രോച്ച് ചെയ്യണം, ഭാഷയെ അല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ മാതൃഭാഷയെ നമ്മൾ അപ്രോച്ച് ചെയ്യണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അല്ലേ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക, അതൊക്കെ അറിയണ്ടേ. യെസ്, അപ്പോൾ എന്ത് ചെയ്യണം, ടീച്ചറെ കൂടെ ഉണ്ടാവണം മക്കൾ കേട്ടോ. ഈ ഒരു അക്കാഡമിക് ഇയറിൽ നമുക്ക് സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, ഫുൾ മാർക്കും 40 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു തുടക്കമാണ്. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ യൂണിറ്റ് ഏതാണ് നമ്മൾ പഠിച്ചത്? കനിവും കരുതലും എന്നാണ് അല്ലേ. നമ്മളുടെ യൂണിറ്റിന്റെ പേരെന്താണ്? കനിവും കരുതലും എന്നാണ് യൂണിറ്റിന്റെ പേര്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന പുതിയ കാലത്ത് അല്ലേ, അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് അറിയാം. മനുഷ്യര് പ്രകൃതിയെ അതിഭീകരമായ രീതിയിൽ എന്താണ് പല രീതിയിൽ അല്ലെ, നമുക്ക് ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ മനുഷ്യരെന്ത് ചെയ്യുന്നു, പുതിയ കാലത്ത് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ കാണുന്നുണ്ട്. അത് കുന്നുമല ഇടിച്ചിട്ടാണെങ്കിലും വയൽ നികത്തിയാണെങ്കിലും അല്ലെ, നമ്മുടെ കടലും പുഴയും ഒക്കെ മലിനമാക്കിക്കൊണ്ടും കാട് വെട്ടിയും അല്ലെ, ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ സാധിക്കുമോ ആ രീതിയിലൊക്കെ നമ്മൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെ ഒക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെ അനുദിനം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിയെ അല്ലെ, ആ പ്രകൃതിയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. കനിവും കരുതലും എന്ന് പറയുന്ന യൂണിറ്റിൽ നമുക്ക് 3 പാഠഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ഏതാണ്? കുരുവിയും കാട്ടുതീയും എന്ന് പറയുന്ന ഒരു കഥയാണ് കേട്ടോ. രണ്ടാമത്തേത് കൊച്ചു ദേവദാരു എന്ന് പറയുന്ന മറ്റൊരു കഥയാണ്, നാടോടി കഥയാണ്. പെരുമഴയത്ത് എന്ന് പറയുന്ന ഒരു ഓർമ്മക്കുറിപ്പ് പോലെ, അതായത് ദുരന്തത്തെ, പ്രളയം എന്ന് പറയുന്ന ഒരു ദുരന്തത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു പാഠഭാഗമാണ്. അപ്പൊ ഇങ്ങനെ ഇത്രയും പാഠങ്ങളാണ് നമുക്ക് ആദ്യത്തെ യൂണിറ്റിൽ എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ മക്കള് ഈ പാഠമൊക്കെ സ്കൂളിൽ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഈ പാഠമൊക്കെ നിങ്ങൾക്ക് എന്താ പറയാ, സ്കൂളിലൊക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പൊ ഏകദേശം ഒരു ധാരണയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ഇത് എഴുതിയിരിക്കുന്നത് കുരുവിയും കാട്ടുതീയും എന്ന് പറയുന്ന
നമ്മളുടെ അല്ലെ ഒരു കുഞ്ഞു കുരുവിയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത്. ആ കുരുവി എന്ത് ചെയ്യാണ്, അത് ചെയ്യുന്ന നന്മകളെ അല്ലെ അല്ലെങ്കിൽ അതിന്റെ പ്രവൃത്തികളെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കഥയുടെ അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്. അപ്പൊ കുരുവി എന്താ ചെയ്യണേ അല്ലെ, എന്താണ് ഇതിന്റെ ഒരു കഥ എന്നൊക്കെ നമുക്ക് അറിയണ്ടേ. അപ്പൊ നമുക്ക് നോക്കാം ആരാ എഴുതിയത് എന്ന് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയും കാലം നിങ്ങൾ എങ്ങനെയാണ് മലയാളം പഠിച്ചത് അല്ലെ, എങ്ങനെയാണ് പരീക്ഷ എഴുതിയത് അല്ലെ, അതൊക്കെ നമുക്ക് മാറ്റിവെക്കാം. അപ്പൊ ഈ ഒരു അക്കാഡമിക് ഇയർ മുതൽ നമ്മൾ ഒരു പാഠം പഠിക്കുമ്പോൾ അല്ലെ യൂണിറ്റ് ഉണ്ടാവും. ആ യൂണിറ്റിന്റെ പ്രവേശകമായിട്ട് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ചിലപ്പോൾ ഒരു കഥയോ അല്ലെങ്കിൽ ഒരു കവിതയോ ഒക്കെ തരും, അതും നമ്മൾ പഠിക്കണം. അതോടൊപ്പം തന്നെ ആദ്യത്തെ പാഠഭാഗങ്ങൾ, ഒരു യൂണിറ്റിൽ എത്ര പാഠഭാഗങ്ങളുണ്ടോ അത്രയും പാഠഭാഗങ്ങൾ പഠിക്കുക. അത്രയും പാഠഭാഗങ്ങൾ എഴുതിയിരിക്കുന്ന ഓതേഴ്സ് അല്ലെ എഴുത്തുകാരന്മാരെ കുറിച്ചും എന്താണ് ഒരു ധാരണ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആരെഴുതി, എന്താണ് അദ്ദേഹത്തിന്റെ എഴുത്തുകളുടെ പ്രത്യേകത, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതാണ്, ഇതൊക്കെ നമ്മൾ അറിയണം. എന്തിനപ്പം അതൊക്കെ അറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എസ്സേ ചോദ്യങ്ങളിലെ ഉപന്യാസങ്ങൾ ഉണ്ടാവാം, ചിലപ്പോൾ പ്രസംഗങ്ങളായിരിക്കാം ചോദിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ മുഖപ്രസംഗമായിരിക്കാം ചോദിക്കുന്നത് അല്ലെ. അതേപോലെ നമുക്ക് 5 മാർക്കിനാണ് നമുക്ക് പുതിയ മാറി വന്ന നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം നമുക്ക് ഷോർട്ട് എസ്സേസ് വരുന്നത് 5 മാർക്കിനാണ്. അപ്പോൾ ആ 5 മാർക്ക് മുതലുള്ള ചോദ്യങ്ങൾക്കൊക്കെ എന്താണ്, നമ്മളൊരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ ആ പാഠഭാഗത്തിന്റെ എഴുതിയ ആളെ കുറിച്ചും ആ പാഠത്തിന്റെ പേരിനെ കുറിച്ചും വളരെ കൃത്യമായിട്ടുള്ള എന്താണ് ഒരു വിവരണം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ആദ്യത്തെ ഒരു പാരഗ്രാഫിനെങ്കിലും എന്താണ് നമ്മളത് സൂചിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ എഴുത്തുകാരെയും പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ കുരുവിയും കാട്ടുതീയും എന്ന് പറയുന്ന കഥ ആരാ എഴുതിയത് അല്ലെ, എന്താണ് അദ്ദേഹത്തിന്റെ എഴുത്തുകളുടെ പ്രത്യേകത അല്ലെ എന്നൊക്കെ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ, ആരാ എഴുതിയത്, ആനന്ദാണ് കേട്ടോ. പി സച്ചിദാനന്ദൻ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണ നാമം കേട്ടോ. പി സച്ചിദാനന്ദൻ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണ നാമം എന്ന് പറയുന്നത്. 1936 ഇരിങ്ങാലക്കുടയിലാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയൊക്കെ ആയിരുന്നു അദ്ദേഹം. പിന്നീട് അതേ മേഖലയിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ജോലിയൊക്കെ ചെയ്തിട്ടുള്ളത്. ആൾക്കൂട്ടം, മരണ സർട്ടിഫിക്കറ്റ്, ഉത്തരായനം, അഭയാർത്ഥികൾ, മരുഭൂമികൾ ഉണ്ടാകുന്നത് തുടങ്ങിയ ഒരുപാട് പ്രധാനപ്പെട്ട കൃതികൾ എന്താണ് അദ്ദേഹം ഈ ഒരു അദ്ദേഹത്തിന്റെ എഴുത്ത് ജീവിതത്തിൽ എന്താണ് നിർവഹിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രധാനപ്പെട്ട കൃതികളാണ് കേട്ടോ. എഴുതിയ കൃതികളൊക്കെ എന്താണ് വളരെ പ്രധാനപ്പെട്ട ആഴവും ഡെപ്തും പരപ്പും ഒക്കെയുള്ള അങ്ങനെ വിശാലമായിട്ടുള്ള കൃതികളാണ് ആനന്ദ് എഴുതിയ കൃതികൾ അല്ലെങ്കിൽ രചനകളൊക്കെ എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം ഈ ഒരു കഥയെക്കുറിച്ച്, അല്ലെങ്കിൽ ആനന്ദ് പുനരാഖ്യാനം ചെയ്തിട്ടുള്ള ഒരു കഥയാണിത്. അപ്പോൾ ഈ ഒരു കഥയിൽ നമ്മൾ തിരിച്ചറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് പല കാര്യങ്ങളും നമുക്ക് സൊസൈറ്റിയിൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മളുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്കൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ നമ്മൾ മനുഷ്യരെന്ത് ചെയ്യാണ്, അനുദിനം സ്വാർത്ഥരായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. നമ്മൾ കാരണം എന്താണ്, ചിലപ്പോൾ ഒന്ന് കൈ നീട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാളെ നമുക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റുമായിരുന്നിരിക്കാം. പക്ഷെ എങ്കിലും എന്താണ് നമ്മളെ തിരക്ക് കൊണ്ട് ഇതിനിപ്പോൾ ചെയ്തുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കുടുക്കിലാവോ എന്നൊക്കെ വിചാരിച്ചെന്താണ് പലപ്പോഴും അല്ലെ നമ്മളതൊന്നും കാണാതെ പോകുന്ന, ആരെയും മൈൻഡ് ചെയ്യാത്ത അല്ലെ, സ്വന്തം സുഖവും സന്തോഷങ്ങളും മാത്രം ലക്ഷ്യമാക്കി മുന്നേറുന്ന ഒരു തലമുറയുള്ള അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് പറയാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു കഥയിൽ അല്ലേ എന്താ പറയുക, അപ്പോൾ ഈ കുഞ്ഞു കുരുവി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാട്ടിൽ തീ ഉണ്ടാവുകയാണ് അല്ലേ, തീപിടുത്തം ഉണ്ടാവുകയാണ് കാട്ടിൽ. ഇപ്പോൾ ദുരന്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാട്ടുതീയൊക്കെ ഉണ്ടാവും അല്ലേ. കാട്ടിലുള്ള വലിയ മരങ്ങളൊക്കെ മുറിച്ചുകൊണ്ട് പോകാൻ വേണ്ടി എന്ത് ചെയ്യാറുണ്ട്, മനുഷ്യരെന്നെ കൊണ്ടൊരു തീയൊക്കെ കൊടുക്കാറുണ്ട്. അല്ലാതെയും എന്ത് ചെയ്യും അല്ലേ, കാടുകളിൽ തീ ഉണ്ടാവാറുണ്ട് അല്ലേ, കാട്ടുതീ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും അതേപോലെ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിലും എന്താണ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്യണം, നമ്മൾ ചെറുത്ത് നിൽക്കണം എന്ന് പറയുന്ന ഒരു സന്ദേശമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കുഞ്ഞു കഥ നമ്മളോട് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് അത് നമ്മളോട് പറയേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ഈ ഒരു വശത്ത് നമ്മൾ സ്വാർത്ഥരായിക്കൊണ്ടിരിക്കുമ്പോഴും അല്ലെ പ്രകൃതി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മറുവശത്ത് എന്താണ് ഇപ്പൊ പ്രളയം പോലെ അല്ലെങ്കിൽ അല്ലെ നമ്മൾ ഉരുളുപൊട്ടൽ പോലെ വയനാട് ദുരന്തമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വർഷം ആവണു അല്ലേ, കഴിഞ്ഞ ദിവസമാണ് ഒരു വർഷം പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് നമുക്കറിയാം കേരളത്തിലുള്ള ആളുകൾ
എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അല്ലെ, എത്ര മനോഹരമായ രീതിയിലാണ് അതിനെയൊക്കെ അതിജീവിച്ചിട്ടുള്ളത്, ചേർത്ത് നിർത്തിയിട്ടുള്ളത് അല്ലെ, നമ്മൾ ഒന്നിച്ചതിനെ അല്ലെ എന്താ പറയുക മുന്നേറിയിട്ടുള്ളതെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അതൊരു വസ്തുതയാണ്. എങ്കിൽ പോലും എന്താണ് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന, ഈ മാനവികത മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെ, തൻ്റെ കൂടെയുള്ള ആളുകളെയും കൂടെ എന്താണ് ചേർത്ത് നിർത്തണം എന്ന് പറയുന്ന അല്ലെ ആ ഒരു ചിന്തയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തലമുറ കൂടെയായി നമ്മൾ മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എന്താ പറയുക, നമ്മൾ പുതിയ കുഞ്ഞുങ്ങളാണ് വളർന്നു വരുന്ന, നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള അല്ലെ നമ്മുടെ സഹജീവി സ്നേഹവും നമ്മുടെ കൂട്ടുകാരെയും അല്ലെ നമ്മൾ ചുറ്റുമുള്ള മനുഷ്യരെയും ഒക്കെ ചേർത്ത് നിർത്തേണ്ട അല്ലെ ആ ഒരു മാനവികത ബോധത്തോട് വേണം നമ്മൾ വളരാൻ. അതുകൊണ്ടായിരിക്കണം നമ്മൾ ഇത്തരത്തിലുള്ള പാഠഭാഗങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടാവുക അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഈ ഒരു പ്രകൃതി സംരക്ഷണത്തെയും മറ്റുള്ള ആളുകളെയും ഒക്കെ ചേർത്ത് നിർത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു കഥയാണ് നമ്മളുടെ ഈ പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറയുന്ന ഒരു പ്രശസ്തമായിട്ടുള്ള പഴമൊഴിയുണ്ട്. അതായത് എന്നെ കൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഒന്നും ഇപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് പറ്റില്ലായിരിക്കും, പക്ഷെ എനിക്ക് പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും അല്ലേ, എന്നെ കൊണ്ട് ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ എനിക്ക് എടുത്തു വയ്ക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താണ് അണ്ണാറക്കണ്ണനും അല്ലെ തന്നെ കൊണ്ടാവുന്ന പോലെ എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു ലോകത്തെ അല്ലെ വാർത്തെടുക്കാനാവും എന്നാണ് കഥ സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ആപത്ത് കൊണ്ട് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യരുത്, നമ്മൾ മാറി അല്ലെ നിൽക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം എന്നാണ് ഈ ഒരു കഥയുടെ സാരാംശം. ഓക്കെ, അപ്പൊ കാട്ടില് നമ്മളുടെ കഥയാണ് ടീച്ചർ പറയുന്നത്. കാട്ടിൽ കാട്ടുതീ പടരുകയാണ് കേട്ടോ. മൃഗങ്ങളൊക്കെ കുറെ പേര് അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി, വെന്തു മരിച്ചു. കുറെ പേര് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും അവരവന്റെ ജീവനും കൊണ്ട് ഓടുന്ന വെപ്രാളത്തിലാണ്. അപ്പോൾ ഒരു കുഞ്ഞിക്കിളിയെ, ചെറിയൊരു കുഞ്ഞിക്കിളി എന്ത് ചെയ്യാണ്, അതിന്റെ കൊക്കില് അല്ലെ, കുഞ്ഞിക്കിളി എന്ന് പറയുമ്പോൾ തന്നെ എത്ര ഉണ്ടാവും നമുക്കറിയാം. അപ്പൊ അതിന്റെ കൊക്കിൽ ആ കുഞ്ഞിക്കിളി എന്ത് ചെയ്യാണ്, വെള്ളം അല്ലെ അടുത്തുള്ള ഒരു അരുവിയിൽ നിന്ന് വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യാണ്, ഈ തീയിലേക്ക് കൊണ്ട് ഒഴിക്കുകയാണ്. അതായത് കുഞ്ഞു കൊക്കിൽ ഇച്ചിരി വെള്ളമല്ലേ, ഒരു തുള്ളി വെള്ളം എത്തുള്ളൂ. അപ്പോൾ അതിങ്ങനെ കൊണ്ടുപോയി അതിനെ കൊണ്ടാവുന്ന പോലെ അല്ലെ, അണ്ണാറക്കണ്ണനും തന്നാലായെന്ന് ടീച്ചർ പറഞ്ഞില്ലേ. അപ്പോൾ അതിനെ കൊണ്ടാവുന്ന രീതിയിൽ എന്ത് ചെയ്യണം, വലിയ ഭീകരമായ കാട്ടുതീ അണയ്ക്കാൻ വേണ്ടി അത് ശ്രമിക്കുകയാണ്. ഒരിക്കലും ആ കാട്ടുതീ ഈ കുരു വിചാരിച്ചാൽ എന്ത് ചെയ്യില്ല, ഈ കാട്ടുതീ അണയ്ക്കാനൊന്നും പറ്റില്ല അല്ലെ. പക്ഷെ അതെന്ത് ചെയ്യണു, അതിനെ കൊണ്ടാവുന്ന പോലെ അത് അണയ്ക്കാൻ വേണ്ടി അത് ശ്രമിക്കുകയാണ്. മൃഗങ്ങളൊക്കെ കാട്ടുതീയിൽ വെന്ത് മരിക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇതെന്ത് ചെയ്യണു, മഴദേവൻ എന്ത് ചെയ്യാണ്, ഇത് കാണുകയാണ്. ഈ കുരുവിപ്പ് എന്താ ചെയ്യണേ, ഇതിപ്പോ എന്താ കാട്ടുന്നത്, ഇത് ഈ കുഞ്ഞു എന്താ കൊക്കില് വെള്ളം കൊണ്ടൊഴിച്ചാൽ കാട്ടുതീ കെടും എന്നൊക്കെ എന്ത് ചെയ്യാണ്, മഴദേവൻ ഇങ്ങനെ പരിഹസിച്ചല്ലേ, ഇന്ദ്രദേവൻ എന്ത് ചെയ്യാണ്, പരിഹസിക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെ പരിഹസിക്കുന്ന ഇന്ദ്രദേവനോട് അല്ലെ കുരുവി എന്താ പറയുന്നത്, കുരുവി പറയുന്നത് എന്താണ്, എനിക്ക് ഇത്രയെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ, അങ്ങേക്കൊന്ന് പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇത് അണയ്ക്കാൻ പറ്റില്ലേ, എന്നിട്ട് അങ്ങ് അത് ചെയ്യുന്നുണ്ടോ, ഇല്ല. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളുകൾ എന്ത് ചെയ്യാണ്, അത് നോക്കി നിന്ന് അത് ചെയ്യുന്ന ആളുകളെ പരിഹസിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മളുടെ ലോകവും എന്ത് ചെയ്യാണ്, അത്തരത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുപാടുകൾക്കിടയിലേക്ക് ഇടപെടേണ്ടതിൻ്റെ അല്ലെ, ഒരു ദുരന്തം ഉണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ, പ്രകൃതിയെ ചേർത്ത് നിർത്തേണ്ടതിൻ്റെ ഒക്കെ പ്രാധാന്യത്തെയാണ് ഈ ഒരു കുഞ്ഞു കഥയിലൂടെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആനന്ദ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈ കുഞ്ഞിക്കിളി വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഇത്രയുമാണ്, ഒരു കുഞ്ഞു കഥയാണ്, ആകെ ഇത്തിരി അല്ലെ കുറച്ച് വരികളിലുള്ള ഒരു കഥയാണ്. അപ്പോൾ കഥ എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ വായിക്കണം. അപ്പോൾ ഇതിന്ന് എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക അല്ലെ, പരീക്ഷയ്ക്ക് എങ്ങനെയാണ് നമ്മൾ അതൊക്കെ ആൻസർ ചെയ്യേണ്ടത്, അതൊക്കെ ടീച്ചർ അടുത്തൊരു വീഡിയോയിൽ ടീച്ചർ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഏതെങ്കിലും ചാപ്റ്റർ അല്ലെ പെർട്ടിക്കുലറായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ചാപ്റ്റർ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പോൾ ടീച്ചർ കമന്റ് നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, അപ്പോൾ അത് പറഞ്ഞു തരാം. ഓക്കെ, അപ്പം മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ടിരിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. ബൈ.